നമസ്കാരം, ഞാൻ ഡോക്ടർ റോഷിത. ഇന്ന് ഞാനൊരു ചെറിയ വിഷയം പറയാൻ പോവാണ്. പക്ഷേ എല്ലാവരും ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ നവദമ്പതിമാരെ കണ്ട ഉടനെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞ് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടി അനുഭവിക്കുന്ന ആൾക്കാരോട് കുട്ടികളായില്ലേ, വിശേഷമായില്ലേ എന്നൊന്നും ചോദിക്കരുത്. കാരണം ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ഈ ഒരു ചോദ്യം കൊണ്ട് വിഷമിച്ച ഒരു ദമ്പതിമാരുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവര് 8 വർഷമായി ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പം അവർക്ക് തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാരണം ഇവർ വിഷമിച്ചിരുന്നു. ഈ ചോദ്യങ്ങൾ പിന്നെ കൂടിക്കൂടി വന്നു. അപ്പം അവർക്കതൊരു മെന്റൽ സ്ട്രെസ് തന്നെ ആയി മാറി. പിന്നെ വേറെയും സ്ട്രെസ്സുകൾ ഉണ്ട്, പക്ഷേ ഈ ഒരു ചോദ്യം അവരെ ഭയങ്കരം ആയിട്ട് അലട്ടിയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്നു, പ്രഗ്നന്റ് ആവാൻ വേണ്ടി വഴികൾ, നാച്ചുറൽ സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു വന്നു. നമ്മുടെ യോഗ പ്രതിചികിത്സയിലൂടെ 1 മാസത്തിനകം തന്നെ അവർ പ്രഗ്നന്റ് ആയി. അപ്പൊ നമ്മൾ മെയിനായിട്ട് ചെയ്തത് സ്ട്രെസ് റിലീവിംഗ് ടെക്നിക്കുകളാണ് അവർക്ക് കൂടുതലായും പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ ഇവിടെ ഞാൻ ഈ വിഷയം പറയാൻ, ഈ ഉദാഹരണം പറയാൻ കാരണം, നമ്മൾ ആരും തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ വിഷയത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കിവിടെ വരുന്ന ധാരാളം കുട്ടികളില്ലാതെ വിഷമിച്ച് വരുന്ന ആൾക്കാരിൽ നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് അവർക്ക് സ്ട്രെസ് കൈകാര്യം ചെയ്യാനുള്ള ടെക്നിക്കുകളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ഈ 2 ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും സക്സസ് സ്റ്റോറീസ് ഇവിടെ ലഭിക്കുന്നത്. അപ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ളവരോട്, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരോട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വെറുതെ കൊടുക്കരുത്. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ തന്നെ നിങ്ങളോട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ചോദിക്കും. അപ്പോൾ മാത്രം അവയൊക്കെ നൽകുക, അല്ലെങ്കിൽ അവരെ വെറുതെ വിടുക. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.